ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ ഡെസ്പേ സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? ഇന്നത്തെ പരിപാടി ഇതാണ് ഇന്നത്തെ പരിപാടി. എനിക്ക് ഈ ക്യാരറ്റിനെ ഫാം ആക്കണം. അതെന്തത് മെയിൻ പരിപാടി. അങ്ങനെ നോക്കട്ടെ. അതായത് എന്താ ഇപ്പം ഉണ്ടാക്കാറുണ്ട്, ഈ ക്യാരറ്റ് മെല്ലെ മെല്ലെ തീർന്ന് വരും എൻ്റെ അടുത്തുനിന്ന്. ഇപ്പം എന്നെ ഒരു സ്റ്റാക്ക് 44 ഉണ്ടായിരുന്നു. ആ 44 ഞാൻ തിന്നു തീർത്തിപ്പോൾ. ഈ ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സാച്ചുറേഷൻ കുറയുന്നതാ. അതിന് സാച്ചുറേഷൻ ഇല്ല. അതുകൊണ്ട് ഒരു ഫാം ഉണ്ടാക്കുകയാണെങ്കിൽ തീർന്നാൽ കുഴപ്പമില്ലല്ലോ. അന്നത്തെ പ്ലാന്. സോ നേരെ തന്നെ നമുക്കത് ഉണ്ടാക്കാൻ തുടങ്ങാം. 45 ഇപ്പോൾ 25 നമ്മൾ ബാക്കിയുള്ളൂ ഇനി. സോ നല്ല ലൊക്കേഷനാണ് കണ്ടുപിടിക്കണം ബിൽഡ് ചെയ്യാൻ. സോ ഞാൻ പ്ലാൻ ചെയ്യുന്നത് അടുത്തുണ്ടാക്കാനാണ്. അടുത്തുണ്ടാക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പോയത് പറിക്കുകയും ചെയ്യാം, പിന്നെ പെട്ടെന്ന് വളരുകയും ചെയ്യും. സോ ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഈ വില്ലേജിൻ്റെ അവിടെയാണ്, ഈ വീടിൻ്റെ ഫ്രണ്ടിൽ. അതായത് ഇവിടെ ഓൾറെഡി ഫാം ഉണ്ട്, നമുക്ക് പൊടിച്ച് കളയാം. ഇവിടെ ആയിട്ട് ഉണ്ടാക്കുകയാണ് ഞാൻ പ്ലാന്. ഇത് ഇവിടെ ആയിട്ട് ഉണ്ടാക്കുകയാണ് എനിക്ക് പ്ലാന്. പക്ഷെ ചെറുതാവാൻ ഡൗട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അത് റിസോഴ്സ് കളക്ട് ചെയ്യണം. പിന്നെ കളക്ട് ചെയ്ത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനേ. ഓക്കെ ഗൈസ്, അപ്പോൾ ഐറ്റംസ് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇത്ര നമുക്ക് ആവശ്യമുള്ളൂ. ഭാഗങ്ങൾ നമുക്ക് ഇത്ര ഐറ്റംസ് മാത്രം മതി നമുക്ക് ഈ ഫാം ഉണ്ടാക്കാൻ. ഒരു സിമ്പിൾ ഫാമാണ്. ഇനി ഈ ഫാം പ്രത്യേകത ഏതൊരാൾക്ക് സ്റ്റാർട്ടിൽ ഉണ്ടാക്കാൻ ഒരു സിമ്പിൾ ഫാമാണിത്. സോ അതിനായിട്ട് ആദ്യം 1 2 3 4 5 4 നിങ്ങൾ വാങ്ങട്. ഓക്കെ, 4 ബ്ലോക്ക് വേണം. 5 ആക്കാം. 1 2 3 4 5. ഓക്കെ, ഇപ്പോൾ 5/4 ഇനി സെൻറ്റർ നമ്മൾ പൊട്ടിച്ച് കളയുക. ഇങ്ങനെ പൊട്ടിച്ച് കളയുന്ന സെൻറ്റർ. എന്നിട്ട് അവിടെ 2 സൈഡിൽ നമ്മൾ സ്റ്റെയർസ് വെക്കണം. ഇങ്ങനെ പിന്നെ ഇങ്ങനെ. ഓക്കെ, ഇനി നമ്മളത് എല്ലാവരും വെള്ളം നിറയ്ക്കണം. ഈ സ്റ്റെയറിൻ്റെ ഇവിടെ വെള്ളം വെച്ചാൽ വെള്ളം ബാക്കോട്ട് പോകുമോ? അത് നോക്കണമല്ലോ. സോറി ബ്രോ, ഈ ഫൗണ്ടറിൻ്റെ വെള്ളം ഞാൻ എടുക്കുന്നുണ്ട്. ടെസ്റ്റ് ചെയ്യാനാ. അതായത് ഈ സ്റ്റെയറിന് നമ്മൾ വാട്ടർ ആവുകയാണെങ്കിൽ ബാക്കോട്ട് വെള്ളം പോവോ നോക്കണമല്ലോ. ഇവിടെ വെച്ചു. ഓക്കെ, ഇത് പൊട്ടിച്ച് കളഞ്ഞാൽ പോവില്ല. അത് കൊള്ളാം. അപ്പോൾ ഇവിടെ വെള്ളമാവട്ടെ. ഇനി അതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ 4 സൈഡിലും ചെയ്യണം നീ. സോ ഞാൻ അത് ചെയ്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ. എൻ്റെ പേര് കന്നാസ്. ഓക്കെ, അങ്ങനെ ഇതും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ അല്ലാതെ വാട്ടർ ലോഗ് ചെയ്ത് വെച്ചാൽ മതി. ഇവിടെ വെള്ളമൊക്കെ ഇവർക്ക് ഒഴുക്കി. ഓക്കെ, ഇനി നമുക്ക് ടിൽറ്റ് ചെയ്യാം. ആൻഡ് എന്തൊരു മിസ്റ്റേക്ക് പോലെ. ഒന്നുമില്ല. ഇവിടെ ബ്ലോക്ക് കുറവാ. അയ്യോ, സിമട്രിക് ലുക്ക് പോയി. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് പൊടിച്ച് കളയാം. സെയിം സാധനം അപ്പുറത്തുണ്ടാക്കി വെച്ചാൽ മതി. എന്താ എൻ്റെ ഒരു പൊട്ടത്തരേ. ഇനി ഇത് കറക്റ്റായിട്ട് ഇങ്ങടെ വയ്ക്കുക. ഇത് ബിൽഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ അവസ്ഥയാവും. ഇത് ഇങ്ങനെ നമ്മൾ ടിൽറ്റ് ചെയ്ത് മാറ്റട്ടെ. ഇനി വെള്ളമൊക്കെ സ്റ്റോപ്പ് ചെയ്യട്ടെ. ഇങ്ങോട്ട് വാങ്ങട്. അപ്പോൾ ഇത് റെഡി ആക്കട്ടെ. എന്നിട്ട് പിന്നെയും കാണാം. ഓക്കെ, ബൈ ബൈ. ഞാൻ പിന്നെയും എത്തി. അപ്പോൾ നമ്മുടെ ഫാമിന് പരിപാടി കഴിഞ്ഞു. ഇനി പാത്തൊക്കെ സെറ്റാക്കണം കേട്ടോ. കാരണം പാത്തുണ്ടെങ്കിൽ അതിൻ്റെ ഭംഗി ഇരട്ടിയാവും. ഇതൊക്കെ നമ്മൾ ബേസിൽ കൂടെ കണക്ട് ചെയ്യണം. അതൊക്കെ അങ്ങോട്ട് വെക്കട്ടെ.
ഈ പുല്ല് പൊട്ടിടുന്നു. ഓക്കെ, കാരണം പാത്തിക്കുമ്പോൾ നമ്മുടെ ബിൽഡിൻ്റെ ഭംഗി ഇരട്ടിയാവും. അപ്പോൾ ഇതാണ് എൻ്റെ സിമ്പിൾ ഫാം. അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾ സജഷൻ പറയട്ടെ. ഇത് ഏതൊരാൾക്കും ഒരു വേൾഡിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇനി നമുക്ക് ഒരു കുഞ്ഞ് ഗേറ്റ് പോലെ ഉണ്ടാക്കണം ഇവിടെ. അതിന് ലീഫ് പോവാ, അതായത് ഒരു സൈഡിൽ ഇവിടെ 1 2 3 3 വെച്ചിട്ട് അപ്പുറത്ത് പോയിട്ട് 1 2 3, എന്നിട്ട് ടെമ്പററി ബ്ലോക്ക് അവിടെ വെച്ചിട്ട് അതിന് മുകളിൽ ലീഫ് വെച്ചിട്ട് 1 2 3, എന്നിട്ട് ആദ്യം ഇറങ്ങിയിട്ട് ടെമ്പററി ബ്ലോക്ക് പൊടിച്ചുകളെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ സിമ്പിൾ ഒരു ആർച്ച് ലുക്ക് കിട്ടും. ഇത് കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. ഇനി ഇവിടെ ആയിട്ട് വേറെ നോക്കണം. ഞാൻ ഒരു സൈഡിൽ 4 ബ്ലോക്കും ഒരു സൈഡിൽ 3 ബ്ലോക്കും വീതിച്ചേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പ്രത്യേക രീതിയിലാണ് വെക്കാൻ. 2 3 കഴിഞ്ഞിട്ട് ഒരു ബ്ലോക്ക് കൂടി അവിടെ, പിന്നെ ഇങ്ങനെ ടെമ്പററി ലീഫ് വയ്ക്കുക. ഓക്കെ, അതും സെറ്റായിട്ടുണ്ട്. ഇതുപോലെ മറ്റേ 2 സൈഡിലും ചെയ്യണം. അപ്പോൾ ഞാൻ വെച്ചിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ എല്ലായിടത്തും വെച്ച് കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. കണ്ട 4 സൈഡിലും ആ ലീഫിൻ്റെ ആർച്ച് വെച്ചിട്ടുണ്ട് ഒരു കാണാൻ ഭംഗിക്ക്. അപ്പോൾ ഇനി ഒറ്റ പണി മാത്രമേ ബാക്കിയുള്ളൂ. ഇനി അതാണ് ക്യാരറ്റ് നടാൻ. അതുകൊണ്ട് ഫാം എങ്ങനെയുണ്ട്? ഒരു സിമ്പിൾ ഫാമാണ്. ഇനി താഴത്തേക്ക് ഇറങ്ങട്ടെ, ഈ ക്യാരറ്റ് ഇടുക. ഇനി എല്ലായിടത്തും ക്യാരറ്റ് നടട്ടെ. ഓക്കെ, പിന്നെ ഗൈസ് ഇത് എപ്പിസോഡ് 2 ആണ്. ഞാൻ എല്ലാ 1.5 വീഡിയോസ് ഇടുക. ഇനി ഇത് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ മറ്റന്നാണ് അടുത്ത വീഡിയോ വരിക കേട്ടോ. പിന്നെ എൻ്റെ സ്കൂൾ തുടങ്ങാറായി, അതുകൊണ്ട് 10ാം ക്ലാസ്സിലാണ്. അതുകൊണ്ട് ആ സമയത്ത് അധികം വീഡിയോസ് ഒന്നും വരില്ല. ഈ ടൈം കിട്ടും മാത്രമേ വീഡിയോസ് വരുള്ളൂ ഗൈസ്. അതുകൊണ്ട് സോറി. എന്നിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സോ മേക്ക് ഷുവർ സബ്സ്ക്രൈബ് ആൻഡ് ലൈക്സ് ഈ സീരീസ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ. അല്ലെങ്കിൽ ചെയ്യുക ചെയ്യും പക്ഷേ ലൈക്ക് സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യണം ഗൈസ്. കാരണം ഒക്കെ സപ്പോർട്ടാണ് നിങ്ങളുടെ, എന്നാലേക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനത്തെ കുറേ വീഡിയോസ്. ഓക്കെ, ക്യാരറ്റ് കഴിഞ്ഞു. ഇനി പോയി ഉറങ്ങട്ടിട്ടാ. അപ്പോൾ ഗൈസ് ഇതാണ് ഇന്നത്തെ എപ്പിസോഡ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. ടാറ്റ ബൈ ബൈ. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.